പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ഒരിക്കൽ കൂടെ തിരുമുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം കൂടെ തന്നെ തിരുമുമ്പാകെ ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് നിന്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നോമ്പിന്റെ പകുതിയിൽ എത്തിയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നോമ്പിനെയും നമസ്കാരങ്ങളെയും പ്രാർത്ഥനകളെയും നീ കൈക്കൊള്ളേണ്ടമേ. ഞങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കാനായിട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയ കണ്ണുകൾക്ക് നീ പ്രകാശം നൽകുകയും നിന്റെ വചനങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കി മാറ്റുകയും ചെയ്യണമേ. ഞങ്ങൾ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് തന്നെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം അച്ഛാ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയെടുത്ത് തുടങ്ങാം. നമ്മൾ 3-ാമത്തെ അധ്യായത്തിലാണ് നിൽക്കുന്നത്. അല്ല, നാലാമത്തെ അധ്യായത്തിൽ നിന്ന് 4-ാമത്തെ അധ്യായത്തിലേക്ക് എത്തി. 4-ന്റെ 7 മുതൽ 3-ാം അധ്യായത്തിൽ തുടങ്ങുന്ന തോട്ട് ഫിനിഷ് ചെയ്യുന്നത് 4-ന്റെ 6-ലാണ്. അതായത് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകർ ആണ് പൗലോസും പൗലോസിന്റെ കൂടെയുള്ള അപ്പോസ്തലന്മാരും എന്ന് പറയുന്ന ആ ചിന്തയാണ് 3-ാം അധ്യായത്തിലെ ചിന്ത. അത് 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ് തുടങ്ങുന്നത്. എന്നിട്ട് ആ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ ഭാഗം, ശുശ്രൂഷയുടെ ഒരു ഔട്ട്കം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നമ്മൾ എല്ലാവരും രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞിട്ടാണ് ആ ചിന്ത അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് ആ രൂപാന്തരപ്പെടൽ എങ്ങനെയാണ് പൗലോസിന്റെ ജീവിതത്തിലും സാധാരണ മനുഷ്യരുടെ സാധാരണ ക്രിസ്തീയ വിശ്വാസികളുടെ ജീവിതത്തിലും എന്നുള്ളതാണ് 4-7 മുതൽ 5-10 വരെയുള്ള ചിന്ത എന്ന് പറയുന്നത്. അതിന്റെ ആദ്യ ഭാഗത്താണ് നമ്മൾ കണ്ടത് പൗലോസ് എങ്ങനെയാണ് പൗലോസിന്റെ കഷ്ടതകളെ ഈ രൂപാന്തരം പ്രാപിക്കാനുള്ള വഴിയായിട്ട് പൗലോസ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ പൗലോസിന്റെ മിനിസ്റ്റീരിയൽ ലൈഫിൽ ഉണ്ടാകുന്ന സഫറിങ്സ്, അത് പൗലോസിനെ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാക്കുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ മരണത്തിനോട് ചേരുന്നു പൗലോസ്. ക്രിസ്തു മരിച്ചതുപോലെ, അല്ലെങ്കിൽ ഓരോ ദിവസവും പൗലോസും മരിക്കുകയാണ്. ആ മരിക്കുന്നത് കൊരിന്ത്യർക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാണ് അതിന്റെ ആദ്യ ഭാഗം തീർക്കുന്നത്, 15 വരെയുള്ളത്. എന്നിട്ട് 16-ലേക്ക് വരുമ്പോഴാണ് അവിടെയാണ് പറഞ്ഞു നിർത്തിയത്. 16-ലേക്ക് വരുമ്പോൾ അന്നേരം ഇതിന്റെ ആദ്യ ഭാഗം തുടങ്ങുമ്പോൾ അവിടെ പൗലോസ്ലീഹ 4-ന്റെ 7 ഒരു പുതിയ തോട്ട്, ഒരു മെറ്റഫോർ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് എർത്തൻ വെസൽ, അല്ലെങ്കിൽ മൺപാത്രങ്ങൾ എന്നുള്ള ഒരു മെറ്റഫോർ എടുത്തിട്ടാണ് അത് ആദ്യം പറയുന്നത്. മൺപാത്രം എന്ന് പറയുന്നത് അതിന്റെ ആ കോൺട്രാസ്റ്റ്, അല്ലെങ്കിൽ ആ പാരഡോക്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മൺപാത്രം എത്രത്തോളം ഫ്രാജൈലാണോ അതേപോലെയാണ് മനുഷ്യന്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. പക്ഷെ ആ ഫിസിക്കൽ എക്സിസ്റ്റൻസിലേക്ക് മൺപാത്രത്തിൽ നിധി പോലെ ദൈവം തന്റെ കൃപ നിറച്ചിരിക്കുന്നു എന്നുള്ളത്. ആ കൃപ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് മൺപാത്രം എന്തുമാത്രം ശാരീരികമായും മാനസികമായിട്ടുമുള്ള പീഡനങ്ങൾ ഏറ്റിട്ടും അത് തകർന്നു പോകാത്തത്. അങ്ങനെ ഒരു മെറ്റഫോർ ആദ്യ പാർട്ടില് 4-7 തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു മെറ്റഫോർ പറഞ്ഞിട്ട് ആ മെറ്റഫോറിനെ വലുതാക്കി അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്തിട്ടാണ് ആ തോട്ട് പറയുന്നത്. എന്നിട്ട് 16-ലേക്ക് വരുമ്പോൾ ആ മെറ്റഫോറിൽ നിന്ന് ഒരു അടുത്ത ഒരു മെറ്റഫോറിലേക്ക് പോകുക. അത് മെറ്റഫോർ അല്ലെങ്കിൽ ഒരു ഇമേജ് എന്നുള്ള രീതിയിലാണ്.
അങ്ങനെയാണ് 16 വരുമ്പോ ഒരു ഒരു ആന്തരിക മനുഷ്യനും പുറമേയുള്ള മനുഷ്യനും. 16 നമ്മൾ വായിക്കുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്ത അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല കാണാത്തതിനെയത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അതൊരു ഒരു 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 പുതിയ തോട്ട്. അതുവരെ പറഞ്ഞതിൽ നിന്ന് മാറിയിട്ട് പറയുകയാണ്. അതായത് അകമേയുള്ള മനുഷ്യൻ, പുറമേയുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ഒരു 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 കോൺട്രാസ്റ്റ്. ഇത് പൗലോസ്ലീഹ ഈ പുറമേ ഉള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പൗലോസ്ലീഹയുടെ ഈ കൊരിന്ത്യ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന പല പല കൺസെപ്റ്റുകളും വളരെ യുണീക്കാണ്. വേറെ എങ്ങും അത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അത് അങ്ങനെയുള്ള ഒരു 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 കൺസെപ്റ്റ് ആണ് ഈ ഔട്ടർ മാൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അന്നേരം പൗലോസ്ലീഹ ഇതേപോലുള്ള ഒന്ന് രണ്ട് പ്രയോഗങ്ങള് എഫേസ്യ റോമാ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും നടത്തുന്നുണ്ട്. അത് പഴയ മനുഷ്യൻ പുതിയ മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു താരതമ്യം പൗലോസ്ലീഹ നടത്തുന്നുണ്ട്. അത് പക്ഷെ ഇവിടെ നിന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്. പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ സ്നാനമേൽക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയെ പറ്റി സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് സിന്നിനെ പറ്റി പറയുമ്പോഴാണ് പഴയ മനുഷ്യൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ക്രിസ്തുവിൽ സ്നാനമേറ്റ മനുഷ്യർ പുതിയ മനുഷ്യരായി മാറും എന്നുള്ള രീതിയിലാണ്. അത് റോമാലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തില്, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 22-ാം വാക്യത്തിലുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിലുണ്ട്. ഈ പഴയ മനുഷ്യൻ എന്നുള്ളത്. അന്നേരം അത് 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 ഇതേപോലുള്ള ഒരു അനാലജി ആണെങ്കിലും അവിടെ നിന്ന് ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഈ പാപത്തിൽ മുഴുകിയ മനുഷ്യനെയും അങ്ങനെ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായ മനുഷ്യനെ പറ്റിയല്ല പറയുന്നത്. ഈ പുറമേ ഉള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സിസ്റ്റൻസിനെയാണ് പറ്റിയാണ് പറയുന്നത്. എല്ലാ മനുഷ്യനുമുള്ള പേഴ്സണാലിറ്റിയും പുറമെ ഒരാൾ കാണുന്ന ആ പേഴ്സണാലിറ്റിയുടെ രണ്ടു വശം. അത് ചിലർക്കത് മഹത്വമുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും, ചിലർക്ക് അത് അല്പം കഷ്ടത നിറഞ്ഞ പേഴ്സണാലിറ്റി ആയിരിക്കാം. അതിനെ പറ്റിയാണ് ഈ പുറമെയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. അന്നേരം ഈ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നതാണ്, ഇറ്റ് ഈസ് വേസ്റ്റിംഗ് അവേ എന്നുള്ളതാണ് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അതിന് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. അന്നേരം ഈ വാക്യം സത്യത്തില് ഈ 4-16 എന്ന് പറയുന്നത് 3-18 ഒരു ഒരു എക്സ്പ്ലനേഷനാണ്. എന്ന് പറഞ്ഞാൽ 3-18 നമ്മൾ പറയുന്നത് എന്തുവാ? നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടേണ്ടതാകും. അതായത് ക്രിസ്തുവിനോട് നമ്മൾ രൂപാന്തരപ്പെടും. ആ രൂപാന്തരം എവിടെയാണ് സംഭവിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. ആ രൂപാന്തരം സംഭവിക്കുന്നത് അകമയുള്ള മനുഷ്യനാണ്. ഇനി എന്താണ് ഈ അകമയുള്ള മനുഷ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അത് 18-ല് പറയുന്നുണ്ട്, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. അന്നേരം ഈ ഔട്ടർ പേഴ്സണിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്നർ പേഴ്സണിനെ നമുക്ക് നമ്മുടെ ദൃഷ്ടി കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഐ കൊണ്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഇന്നർ പേഴ്സൺ എന്താണെന്ന് ചോദിച്ചാൽ, അത് ഔട്ടർ പേഴ്സൺ തന്നെയാണ്. പക്ഷെ അതിന്റെ പേഴ്സ്പെക്റ്റീവ് ഓഫ് വിഷൻ മാറുന്നു. അതായത് നമ്മൾ ഔട്ടർ പേഴ്സൺ എന്ന് പറയുന്നത് നമ്മൾ ലൗകികമായിട്ട് നോക്കുമ്പോൾ ഒരു മനുഷ്യനിൽ കാണുന്നതാണ്. പക്ഷെ ദൈവം നോക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ കാണുന്നതാണ് ഇന്നർ പേഴ്സൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലൗകികമായ കണ്ണുകൊണ്ട് നോക്കുന്നതാണ് ഔട്ടർ പേഴ്സൺ എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കാണുന്നതാണ് ഇന്നർ പേഴ്സൺ എന്ന് പറയുന്നത്. ഇത് എല്ലാ വിശ്വാസിക്കും ഉണ്ട്. അന്നേരം ഈ അതിൽ ഈ ഔട്ടർ പേഴ്സൺ വരുന്നതാണ് ഈ കഷ്ടതകളും ഈ ലോകത്തിന്റെ പ്രയാസങ്ങളും എല്ലാം. അത് കാരണം ഈ ഔട്ടർ പേഴ്സൺ ഇങ്ങനെ ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഔട്ടർ പേഴ്സൺ ഡീക്കേ ചെയ്യുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ബീയിങ്ങിന്, ഒരു വിശ്വാസിക്ക് സംഭവിക്കുന്നത്, അവന്റെ ഇന്നർ പേഴ്സൺ
ഈ പറഞ്ഞ 3:18 പറയുന്ന ആ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കുള്ള രൂപാന്തരം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അല്പനേരത്തേക്കുള്ള ഏഹ്, ഈ ഈ ലോകത്തിലുണ്ടാകുന്ന ഈ കഷ്ടതകൾ എന്ന് പറയുന്നത് അത് അനവധിയായിട്ടുള്ള തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവായിട്ട് മാറുന്നു. അന്നേരം ഈ ഔട്ടർ പേഴ്സൺ എത്രമാത്രം സഫറിങ്ങിലൂടെ കടന്നു പോകുന്നോ, ഇന്നർ പേഴ്സൺ അതിന് തക്കവണ്ണം ഇറ്റ് ഈസ് ട്രാൻസ്ഫോമിങ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി എന്ന് അത് അതാണ് അന്നേരം പൗലോസ്ലീഹ അന്നേരം ഈ അവിടെ ഒരു ചോദ്യം നേരത്തെ നമ്മൾ പറയുന്നുണ്ട്. ഈ പൗലോസ്ലീഹായെ പറ്റി ഈ അല്ലെങ്കിൽ പൗലോസ്ലീഹായെ ക്രിട്ടിസൈസ് ചെയ്തവര് പറഞ്ഞത്, ഇവൻ സുവിശേഷിക്കുന്ന ഈ സുവിശേഷം ഇത്ര മഹത്വമുള്ളതാണെങ്കിൽ ഇവൻ എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടത ഉണ്ടാകുന്നത്? അതാണ് അവിടുത്തെ ചോദ്യം. അന്നേരം അതിനുള്ള ഉത്തരം കൂടെയാണ് പൗലോസ്ലീഹ പറയുന്നത്. ശരിയാണ്, കഷ്ടതയുണ്ട്. പക്ഷെ അത് എന്റെ ഔട്ടർ പേഴ്സണിനെയാണ് മാത്രമാണ് ബാധിക്കുന്നത്. ഇന്നർ പേഴ്സൺ, ആന്തരിക മനുഷ്യൻ, അത് അങ്ങനെ അല്ലെങ്കിൽ രൂപാന്തരം സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അന്നേരം പുറമേ കാണുന്നത് അതൊരു ടെമ്പററി ആണ്, അല്ലെങ്കിൽ ട്രാൻസിറ്ററി ആണ്. അത് മാറിപ്പോകാനുള്ളതാണ്. അകമേ ഉള്ളതാണ് എറ്റേണൽ ആയിട്ടുള്ളത്. അകമേ ഉള്ളതാണ് റിയൽ ആയിട്ടുള്ളത്. അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യന്റെ യഥാർത്ഥ ഗ്ലോറി മനസ്സിലാക്കുക. അത് നിങ്ങൾ അതുകൊണ്ട് കൊരിന്ത്യ സഭയിലുള്ളവരോട് പറയുന്നത്, നിങ്ങളത് പൗലോസ്ലീഹായാകുന്ന എന്റെ ആ ഇന്നർ പേഴ്സണിനെ മനസ്സിലാക്കണം. അപ്പോൾ എന്റെ ഗ്ലോറി നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. അന്നേരം അത് അതിന്റെ ഒരു കോൺട്രാസ്റ്റ് നമ്മൾ ഒരു പട്ടിക പോലെ കാണിച്ചു കഴിഞ്ഞാൽ, ഔട്ടർ പേഴ്സൺ എന്ന് പറയുന്നത് അത് നശിച്ചു പോകുന്നതാണ്. അത് ഈ ഈ ഈ ഈ കാലത്തിലെ, അത് ജീവിക്കുന്ന കാലത്തെ പ്രയാസങ്ങളെല്ലാം അതിന് വരുന്നതാണ്. അത് അതാണ് കാണുന്നത്. അതാണ് പുറമെ പ്രദർശിപ്പിക്കുന്നത്. അത് താൽക്കാലികവുമാണ്. എന്നാൽ ഇന്നർ പേഴ്സൺ എന്ന് പറയുന്നത് അത് അനുദിനം ഓരോ ദിവസവും റിന്യൂ ചെയ്യപ്പെടുന്നതാണ്, പുതുതാക്കപ്പെടുന്നതാണ്. നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. 16ന്റെ അവസാനത്തെ ഭാഗം, നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നതാണ്. അതിനാണ് എറ്റേണൽ ആയിട്ടുള്ള ഗ്ലോറി ഉള്ളത്. ദൈവ തേജസ് അനവധിയായിട്ട് കിട്ടുന്നത് അതിനാണ്. ഇന്നർ മനുഷ്യനാണ്. അതിനെ കാണാൻ പറ്റത്തില്ല. അത് കാണുന്നതിലല്ല, കാണാത്തതാണ്. അതുപോലെ അത് അതാണ് നിത്യം. കാണുന്നത് താൽക്കാലികമാണ്, അത് ട്രാൻസിറ്ററി ആണ്. കാണാത്തതാണ് നിത്യം എന്ന് അതൊരു പുതിയ ഈ പറയുന്ന ഈ മൺപാത്രത്തെ പറ്റി പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഒരു തോട്ടാണ് ഈ ഈ ഔട്ടർ മാനും ഈ പുറമേയുള്ള മനുഷ്യനും അകമേയുള്ള മനുഷ്യനും. അത് പറഞ്ഞതിന് ശേഷം അന്നേരം 7 മുതൽ 15 വരെ പൗലോസ്ലീഹ തന്റെ കഷ്ടതകളെ പറ്റി പറയുന്നു. ദാറ്റ്സ് എ പ്രസന്റ്, ഒരു വർത്തമാന കാലത്ത് പൗലോസിന് വരുന്ന ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ആണ് അത്. അതെങ്ങനെയാണ് മഹത്വത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് 16-18 പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 5ന്റെ 1 മുതൽ 10 വരെയുള്ള ഭാഗം വരുന്നത്. 5ന്റെ 1 ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു. 5ന്റെ 1 മുതൽ 10 വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മള് സാധാരണ നമ്മള് ഒരാള് വാങ്ങിപ്പോകും മരണ വീടുകളിൽ നമ്മൾ വായിക്കുന്ന എപ്പോഴും വായിക്കുന്ന ഒരു വേദഭാഗമാണ്. ഈ 2 കൊരിന്ത്യ ലേഖനത്തിലെ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ നടന്നിട്ടുള്ള ഒരു വേദഭാഗം കൂടിയാണ് 5ന്റെ 1 മുതൽ 10. ഇത് കഴിഞ്ഞ ആഴ്ച അത് ഞാൻ സൂചിപ്പിച്ചു. ഇത് വായിക്കുമ്പോൾ ഇതിന്റെ പാരലലായിട്ട് നമ്മൾ 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം കൂടെ ചേർത്ത് വെച്ച് വേണം വായിക്കാൻ. അങ്ങനെ 1 കൊരിന്ത്യ ലേഖനത്തിന്റെ 15-ാം അധ്യായത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി ഒരു ചിത്രം, ക്രിസ്തുവിന്റെ ഉയർപ്പും ആ ക്രിസ്തുവിന്റെ ഉയർപ്പിൽ എങ്ങനെ സാധാരണ മനുഷ്യരും പങ്കാളികളാകും എന്നുള്ളതിനെ പറ്റി പറയുന്നത്. ഈ 3 വേദഭാഗങ്ങള് നമ്മള് ഈ ക്രിസ്തുവിന്റെ ഉയർപ്പും ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവും മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തെ പറ്റി പറയുമ്പോൾ പൗലോസ്ലീഹയുടെ 3 വേദഭാഗങ്ങളാണ് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ്. അത് മൂന്നൂടെ കമ്പയർ ചെയ്ത് വായിക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ നല്ലതായിരിക്കും. അതിൽ ആദ്യമായിട്ട് പൗലോസ്ലീഹ മരണാനന്തര ജീവിതത്തെ പറ്റി, ഉയർപ്പിനെ പറ്റിയൊക്കെ പറയുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലാണ്. അത് പൗലോസ്ലീഹയുടെ ആദ്യത്തെ ലേഖനം കൂടിയാണ്, 1 തെസ്സലോനിക്കർ
4ന്റെ 16 തൊട്ട് 5ന്റെ 11 വരെയാണ് അത് പറയുന്നത്. ആഹ് കർത്താവിന്റെ രണ്ടാമത്തെ വരവും അപ്പോഴെങ്ങനെയാണ് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും കർത്താവിന്റെ കൂടെ ചേരുന്നത് എന്നുള്ളത്. അത് പീരിയോഡിക്കലി നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പൗലോസ്ലീഹ ഉയർപ്പിനെ പറ്റി പറയുന്ന വേദഭാഗമാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം. 15-ാം അധ്യായം മുഴുവനും ക്രിസ്തുവിന്റെ ഉയർപ്പിൽ എങ്ങനെ സാധാരണ മനുഷ്യർ എങ്ങനെ പങ്കാളികളാകും അവന്റെ രണ്ടാമത്തെ വരവിൽ. അവിടെയാ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി പറയുന്നതും ക്രിസ്തുവിന്റെ കൂടെ ചേർക്കപ്പെടും. പ്രത്യേകിച്ച് 15ന്റെ 51 മുതൽ ഉള്ള ഭാഗം. എല്ലാ മനുഷ്യരും നിദ്ര കൊള്ളുകയില്ല, അത്യന്തം കാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യമായതെയും. ഡീക്കെ ചെയ്യുന്നത് ഡീക്കെ ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും, മോർട്ടൽ ആയിട്ടുള്ളത് ഇമ്മോർട്ടൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറും. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. അത് അത് അതിന്റെ അതുമായിട്ട് ചേർത്ത്, ഇല്ലെങ്കിൽ അതിന്റെ ഒരു ഡെവലപ്ഡ് ഫോമാണ് ഈ പറയുന്ന 5ന്റെ 1 മുതൽ 10 വരെയുള്ള ഭാഗം എന്ന് പറയുന്നത്. അന്നേരം ഇത് ഈ മൂന്ന് ഭാഗങ്ങളിലൂടെ 1, 2, 3 നമ്മൾ 1 തെസ്സലോനിക്കർ 4ന്റെ 18 മുതലുള്ളത് ഒന്നാമത്തെ ഫസ്റ്റ് എക്സ്പ്രഷനാണ് പൗലോസ്ലീഹായുടെ റിസറക്ഷനെ പറ്റിയുള്ള. സെക്കൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നതാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം. അതിന്റെ തേർഡ് ലെവല് അല്ലെങ്കിൽ തേർഡ് പീരിയോഡിക്കലി നോക്കുമ്പോൾ മൂന്നാമത് എഴുതുന്നതാണ് 2 കൊരിന്ത്യർ 5ന്റെ 1 മുതൽ 10 വരെയുള്ള ഭാഗം. അത് ഇവിടെ പ്രധാനമായിട്ട് റിസറക്ഷൻ ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഭാവിയിൽ ഒരു വിശ്വാസിക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ട്രാൻസ്ഫോർമേഷൻ എന്താണ്, രൂപാന്തരീകരണം എന്താണ്. ഇപ്പോഴുള്ള രൂപാന്തരീകരണം അത് ആന്തരിക മനുഷ്യന്, ഇന്നർ പേഴ്സണിന് ഡേ ടു ഡേ ഉണ്ടാകുന്ന ഒരു രൂപാന്തരീകരണം ഉണ്ട്. അത് ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് അത് കൊണ്ടെത്തിക്കും. എന്നിട്ട് അത് മരണാനന്തരം എന്താണ് മനുഷ്യന് സംഭവിക്കാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ രൂപാന്തരീകരണം എന്താണ്. അവിടെ ഒരു പുതിയ കൺസെപ്റ്റ് വീണ്ടും പൗലോസ്ലീഹ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മള് എർത്തൻ വെസൽ എന്ന് പറഞ്ഞതുപോലെ ഒരു ടെന്റ് ലൈക്ക് ബീയിങ്, അല്ലെങ്കിൽ അതായത് കൂടാരമാകുന്ന ഭൗമഭവനം. ഒരു കൂടാരമാണ് അവിടെ. നേരത്തെ എർത്തൻ വെസൽ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു ടെന്റ് ലൈക്ക് ഡ്വെല്ലിംഗ്, കൂടാരമാകുന്ന ഭൗമഭവനം. അതാണ് ഈ പ്രസന്റ് വേൾഡിലെ ലൈഫ് എന്ന് പറയുന്നത്. അതിന്റെ കൗണ്ടർ ആയിട്ടുള്ള ഫ്യൂച്ചർ വേൾഡ്, അല്ലെങ്കിൽ എറ്റേണൽ ആയിട്ട് കിട്ടുന്ന ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ഒരു നിത്യഭവനമാണ്. എറ്റേണൽ ഡ്വെല്ലിംഗ് ഉണ്ട്. ഇപ്പോഴുള്ളത് എർത്തിലി ആയിട്ടുള്ളത് ടെന്റ് ലൈക്ക് ഡ്വെല്ലിംഗ് ആണ്. എറ്റേണൽ ഡ്വെല്ലിംഗ് ഉണ്ട്. ആ എറ്റേണൽ ഡ്വെല്ലിംഗിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നോട്ട് മെയ്ഡ് ബൈ ഹ്യൂമൻ ഹാൻഡ്സ്. അത് മനുഷ്യനുണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞാൽ അത് ദൈവമാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അന്നേരം ഇവിടെയും ഫ്രജിലിറ്റി, അതിന്റെ എന്താ പറയുന്ന ഒരു ടെന്റ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അത് നശിച്ചു പോകാൻ, അല്ലെങ്കിൽ അത് ഇളകിപ്പോകും അല്ലെ. അതാണ് അതിന്റെ ഒരു നൈമിഷികത സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപമ വീണ്ടും ഒരുക്കിയത്. അന്നേരം അന്നേരം ഒന്ന് നൈമിഷികമാണ്. പ്രസന്റ് ആയിട്ടുള്ള വേൾഡില് നമ്മുടെ ബോഡിലി എക്സിസ്റ്റൻസ് നൈമിഷികമാണ്. എന്നാൽ വരുവാനിരിക്കുന്നത് ദൈവം ആണ് ഒരുക്കി വെക്കുന്നത്, ദൈവമാണത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ കൈയാലായിട്ടാണ് ആ ഒരു എറ്റേണൽ ഡ്വെല്ലിംഗ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പുതിയ തോട്ട് എന്ന് പറയുന്നത്. അതിന്റെ തീമാണ് ഒന്നാം വാക്യത്തിൽ തന്നെ ഒരു പുതിയ തോട്ട് അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് 2 മുതൽ 4 വരെ വരുന്നത്. ഈ കൂടാരത്തിൽ ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ടിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു. ഇത് ഇവിടെ പൗലോസ്ലീഹ പറയുന്ന പൗലോസ്ലീഹയുടെ മറ്റ് ലേഖനങ്ങളിൽ പലപ്പോഴും കാണുന്ന ഒരു ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗം പൗലോസ്ലീഹയുടെ എല്ലാ ലേഖനങ്ങളിലും ഉള്ള ഒന്നാണ്.
പുട്ടിങ് ഓൺ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ വേറൊരു രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ പുട്ടിങ് ഓൺ എന്നല്ല പറയുന്നത്, ക്ലോത്ത്ഡ് ഓവർ എന്നാ പറയുന്നത്. മീതെ ധരിക്കണം. ഇപ്പോഴുള്ള ഈ ശരീരത്തിന്റെ മീതെ ഒരു റിസറക്ഷൻ, ഒരു ഉയർപ്പിന്റെ ശരീരം വരും. അന്നേരം ഇപ്പോഴുള്ള ശരീരത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് മുഴുവനായിട്ട് അങ്ങ് പോകുമല്ല. അതിന്റെ മീതെ കൂടെയാണ് ഒരു പുതിയ ശരീരം വരാൻ പോകുന്നത്. ഒരു 2 മെറ്റഫോർ ഇവിടെ ഇടകലർന്ന് വരുന്നുണ്ട്. ഒന്ന് കെട്ടിടം എന്നുള്ള രീതിയിലുള്ള ഒരു മെറ്റഫോറാ ആദ്യം പറഞ്ഞത്. നിലവിലുള്ളത് അഴിഞ്ഞു പോകുന്ന ഒരു കൂടാരമാണ്. വരാനിരിക്കുന്ന നിത്യമായ ഒരു കെട്ടിടം, ഒരു 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 ഡ്വെല്ലിംഗ് ആണ്, ഒരു വാസസ്ഥലമാണ്. അതിന്റെ കൂടെ ഈ മീതെ ഉടുക്കുക എന്ന് പറയുന്ന വേറൊരു മെറ്റഫറും കൂടെ മിക്സ്ഡ് ആയിട്ട്, അതായത് നമ്മള് നമ്മളതൊരു വിഷ്വലായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ആ അഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകാവുന്ന കൂടാരത്തിന്റെ മുകളിലൂടെ വേറെ ഒരു നല്ല കോൺക്രീറ്റ് ആയിട്ടുള്ള, ഒരു നല്ല ഉറച്ച ഒരു സ്ട്രക്ചറിലുള്ള, ഒരിക്കലും അഴിഞ്ഞു പോകാത്ത ഒരു 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 ഡ്വെല്ലിംഗ് അതിന്റെ മുകളിൽ വരും. അതാണ് മരണാനന്തര ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ അല്ലെങ്കിൽ ഉയർപ്പിന്റെ ശരീരം എന്ന് പറയുന്നത്. അതാണ് വിശ്വാസിക്ക് കിട്ടാൻ പോകുന്നത്. അത് അത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. ദൈവം അത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു വസ്ത്രം പോലെയാണ് എന്നുകൂടെയാണ് പറഞ്ഞു വെക്കുന്നത്. അന്നേരം മീതെ ഉടുക്കുവാൻ വേണ്ടി ഇച്ഛിക്കുകയാൽ, അതായത് ഇപ്പോഴുള്ളതിന്റെ മീതെയാണ് അത് വരുന്നത്. ഈ കൂടാരത്തിൽ അതുകൊണ്ട് അത് ആഗ്രഹിക്കുന്ന ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങളത് ഞരക്കത്തോടു കൂടിയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഭാരപ്പെട്ടാണ് ഇരിക്കുന്നത്. അതിനായിട്ട് ഞങ്ങളെ ഒരുക്കി ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെയാണ്. അന്നേരം ഇതെങ്ങനെയാണ് ഒരു മനുഷ്യന് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുള്ള ആത്മാവ് ആണ് ഇതിനു വേണ്ടി നമ്മളെ ഒരുക്കുന്നത്. ആത്മാവിനെ അച്ചാരമായി തന്ന ദൈവം. ഇത് ഇതൊരു ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ കണ്ട ഒരു പ്രയോഗമാണ്. 1-ാം അധ്യായത്തിന്റെ 22-ലാണെന്ന്, അല്ല, ഒന്നാം അധ്യായത്തിന്റെ 22-ലാണ്. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അതായത് അത് മലയാളത്തിൽ ഈ അച്ചാരം എന്നുള്ള പ്രയോഗം, ഇംഗ്ലീഷിൽ അത് എന്താ പറയുന്നത്, ഫസ്റ്റ് ഇൻസ്റ്റോൾമെന്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വിശ്വാസിക്ക്, എല്ലാ വിശ്വാസികൾക്കും ഒരു ഫസ്റ്റ് ഇൻസ്റ്റോൾമെന്റ് ഓഫ് സ്പിരിറ്റ് ദൈവം തന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഇൻസ്റ്റോൾമെന്റ് ഓഫ് സ്പിരിറ്റ് ആണ് ഈ എറ്റേണൽ ഡ്വെല്ലിങ്ങിലേക്കുള്ള നമ്മുടെ അതൊരു എറ്റേണൽ ഡ്വെല്ലിങ്ങിലേക്കുള്ള ഒരു ബുക്കിംഗ് ആണ്, റിസർവേഷൻ ആണ്. അതാണ് പൗലോസ്ലീഹ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ആത്മാവിനെ ഒരുക്കിയത്, അന്നേരം അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ എന്ന് പറയും. അന്നേരം ഈ ഫസ്റ്റ് ഇൻസ്റ്റോൾമെന്റ് ഓഫ് സ്പിരിറ്റ് ഉള്ള എല്ലാവർക്കും ഉള്ള ഒരു പ്രോമിസ് ആണ് ദാറ്റ് എറ്റേണൽ ഡ്വെല്ലിംഗ് എന്ന് പറയുന്നത്. അന്നേരം ഇത് നമ്മള് കൊരിന്ത്യ ലേഖനത്തിന്റെ 15-ാം അധ്യായത്തിൽ 54-ലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ മുമ്പേ കണ്ടത് മോർട്ടൽ ബോഡി പുട്സ് ഓൺ ഇമ്മോർട്ടാലിറ്റി, പെരിഷബിൾ ബോഡി പുട്സ് ഓൺ ഇംപെരിഷബിലിറ്റി എന്ന് പറയുന്ന അതേ ചിന്ത തന്നെയാണ് ഇവിടെ. പക്ഷെ വേറൊരു മെറ്റഫോർ ഉപയോഗിച്ചുകൊണ്ട് വേറൊരു സാഹചര്യം, ഇപ്പം 2-ാം കൊരിന്ത്യ ലേഖനം എഴുതുമ്പോഴുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് അതിനെ അല്പം കൂടെ ഡെവലപ്പ് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുകയാണ്. അവിടെ പറയുന്നത് എന്താ പറയുന്നത്, മരണത്തെ എങ്ങനെയാ പറയുന്നത്, 15-ല് പറയുന്നത് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് മരണം മാറി ലൈഫ് വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് 5-ന്റെ 1 മുതൽ 5 വരെയുള്ള പാർട്ടിൽ അതാണ് പറയുന്നത്. അന്നേരം ആദ്യം ഈ എറ്റേണൽ ഡ്വെല്ലിങ്ങും ടെന്റ് ലൈക്ക് കൂടാരം പോലെയുള്ള ഡ്വെല്ലിങ്ങിനെ പറ്റി പറഞ്ഞിട്ട്, ആ ഡ്വെല്ലിങ്ങിനകത്ത് എന്നിട്ട് അവിടെ ഒരു സംഗതിയും കൂടെ പറയുന്നുണ്ട്. അവിടെ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ട് എന്ന് അവിടെ ഒരു പ്രയോഗമുണ്ട്.
ആഹ് അത് അത് വേറൊരു ആലങ്കാരിക പ്രയോഗം. ഈ നഗ്നത എന്ന് പറയുന്നത് പലപ്പോഴും ഈ മരണവുമായിട്ട് ചേർത്ത് ചിന്തിക്കുന്ന ഒരു അനാലജിയാ. മാത്രമല്ല ഈ 5ന്റെ 10 വരുമ്പഴത്തേക്ക് ഒരു ന്യായാധിപ സന്നിധിയിൽ നിൽക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഈ ന്യായാസനത്തിന്റെ മുമ്പാകെ നഗ്നരായിട്ട് നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവിടെ മോറലി നമുക്ക് സ്റ്റാൻഡ് ഇല്ലാതെ വരിക, റൈറ്റ്യസ്നെസ് ഇല്ലാതെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് നഗ്നരായിട്ടല്ല അവിടെ നിൽക്കുന്നത്. അതായത് വസ്ത്രമുള്ളവരായിട്ട്, അതായത് നീതി ചെയ്തവരായിട്ടാണ് നമ്മൾ അവിടെ നിൽക്കാൻ പോകുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഈ പുതിയ വസ്ത്രവും പുതിയ കൂടാരവും ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി എന്നിട്ട് അത് പറയുന്നുണ്ട്. ഇത് ആരാണ് ഈ കൂടാരം പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ദൈവമാണ് ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. ഇത് മനുഷ്യന് അതിനകത്ത് പ്രത്യേകിച്ച് ഈ നിത്യമായ കൂടാരം ഉണ്ടാക്കുന്നതിൽ മനുഷ്യന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാല് അത് പിന്നീട് അങ്ങോട്ട് വരുന്നുണ്ട്. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നതിനെ പറ്റി പിന്നീട് പറയുന്നുണ്ട്. അതില് ദൈവമാണ് ഈ കൂടാരം ഉണ്ടാക്കി വെക്കുന്നത്. അത് ലഭിക്കുന്നത് വരെയും നമ്മൾ ഞരങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. ഇത് റോമാലേഖനത്തില് പൗലോസ്ലീഹ പറയുന്ന ഒരു ചിന്തയുണ്ട്. റോമലേഖനം 8-ാം അധ്യായം 22, 23. അതായത് സർവ്വ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. അതായത് 20 തൊട്ട് വായിക്കണം. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. അന്നേരം അവിടെയും പറയുന്ന ഇതാ, ദ്രവത്വത്തിൽ നിന്ന്, മോർട്ടാലിറ്റിയിൽ നിന്നും, ദാസ്യത്തിൽ നിന്നും, സ്ലേവറിയിൽ നിന്നും വിടുതല്, ഫ്രീഡം ലഭിക്കും. എന്നിട്ട് ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം കിട്ടും. ഫ്രീഡം ഓഫ് ദ ഗ്ലോറി ഓഫ് ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ഹോപ്പിലാണ്, എന്നുള്ള ആശയോടെയാണ് ഇപ്പോഴത്തെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത്. അതായത് ഇന്നത്തെ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ സർവ്വ സൃഷ്ടിയും ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു. അന്നേരം ഒരു ഫ്യൂച്ചർ പ്രോമിസിനെ പറ്റിയാണ് അവിടെയും പറയുന്നത്. റോമർ 8-ന്റെ 20, 20, 21, 22. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങിയിരിക്കുന്നു. ഇനി നമ്മൾ ഇതിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാല് 2-ാം കൊരിന്ത്യ ലേഖനം എഴുതിയതിന് ശേഷമാണ് റോമാലേഖനം പൗലോസ്ലീഹ എഴുതുന്നത്. അന്നേരം ഇതേ ചിന്ത തന്നെയാണ് വേറൊരു രീതിയിൽ റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പ്രദർശിപ്പിക്കുന്നത്. അന്നേരം അതാണ് അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ പൗലോസിന്റെ ലേഖനങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരേ ചിന്ത തന്നെ പല ലേഖനങ്ങളില് അതിന്റെ ഓരോ ഘട്ടത്തിൽ ഓരോ സ്റ്റേജിന്റെ ഡെവലപ്മെന്റ് മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം ഈ 5-ാം അധ്യായത്തിൽ പറയുന്ന അതിനായി ഞങ്ങളെ ഒരുക്കിയിരിക്കുന്ന അതിനാൽ ഞങ്ങൾ മീതെ ഉടുക്കുവാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു എന്ന് പറയുന്ന ആ ഒരു ആശയം അല്പം കൂടെ ഡെവലപ്പ് ചെയ്തിട്ടാണ് 8-ാം അധ്യായത്തില് ഒരു ഈറ്റുനോവിനെ പറ്റി, ഒരു പ്രസവ വേദന പോലെയാണ് ഇവിടുത്തെ നമ്മുടെ കാലഘട്ടത്തിലെ മനുഷ്യൻ വരുവാനിരിക്കുന്ന കാലഘട്ടത്തിലെ ആ ഒരു പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി ഇരിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നത്. അത് ആ പൗലോസിന്റെ ഡെവലപ്മെന്റ് ഓഫ് തോട്ട്, അതിന്റെ ഒരു ഉദാഹരണമാണ് അവിടെ കാണുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് 6-ലേക്ക് വരുമ്പോ, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നും അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഈ 6ഉം 7ഉം 8ഉം അതൊരു എന്താ പറയുന്നത്, പാരലായിട്ട് പറയുന്നത്. 7-ാം വാക്യം നടുക്ക് നിർത്തിക്കൊണ്ട് 6ഉം 8ഉം
പാരലലായിട്ടുള്ള 2 വാക്യങ്ങളാണ്. അവിടെ ഒരു പുതിയ കൺസെപ്റ്റ് പറയുന്നുണ്ട്. ശരീരത്തിലിരിക്കുക, ശരീരം വിട്ടുപോവുക. ആകയാൽ ഞങ്ങൾ എപ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് പരദേശികളാകുന്നു. ശരീരത്ത് സ്റ്റേ ഇൻ ബോഡി ആൻഡ് എവേ ഫ്രം ഗോഡ്. അതാണ് 6 പറയുന്നത്. ഇപ്പൊ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോ നമ്മൾ നമ്മളെല്ലാരും അറ്റ് ഹോം ഇൻ ബോഡിയാണ്. നമ്മൾ ശരീരത്തിലിരിക്കുകയാണ്. എവേ ഫ്രം ലോഡ് ആണ്. 8 പറയുന്നത് 8 അതിനെ തിരിച്ചിട്ടാ പറയുന്നത്. 8 കർത്താവിനോട് കൂടെ ഈ ശരീരം വിടണം, കർത്താവിനോട് കൂടെ വസിക്കണം. അന്നേരം ഒരു 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 വിശ്വാസിയുടെ ഈ ലോകത്തിലെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന് ഒരു എക്സൈലിലാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ ശരീരത്തിന്റെ ഹോമിലാണ് ജീവിക്കുന്നത്. എന്നാൽ അവന്റെ പ്രത്യാശ അല്ലെങ്കിൽ അവന്റെ ഹോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ശരീരത്തിൽ നിന്ന് ദൂരെ പോകണം, away from this body and be at home with the Lord. അതൊരു ഒരു കൺസെപ്റ്റ് 6 പറയുന്നത് റിയാലിറ്റിയാണ്, ഹ്യൂമൻ റിയാലിറ്റിയാണ്. away from Lord and be at home in body. ഇനി ഫ്യൂച്ചർ ഹോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ away from the body and be at home with the Lord. അത് രണ്ടായാലും എന്താ സംഭവിക്കുന്നത്? വി ലീവ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ അത്രയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആ വിശ്വാസത്താൽ ജീവിക്കുന്നത് എങ്ങനെയല്ല? നോട്ട് ബൈ വാട്ട് ഈസ് സീൻ. കാണുന്നത് പോലെയല്ല, അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങൾ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രയാണ് ഞങ്ങൾ നടക്കുന്നത്. അന്നേരം ഈ വരുവാനിരിക്കുന്ന ആ ഒരു ദൈവം നിർമ്മിച്ച ആ ഒരു ഡൊല്ലിങ്ങിലേക്ക് പോകേണ്ടതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശ്വാസിയുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് അതിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്നിട്ട് 9 വരുമ്പോ അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകും. അന്നേരം ഈ എവേ വിത്ത് അല്ല ഹോം വിത്ത് ബോഡി ആൻഡ് എവേ ഫ്രം ബോഡി, ആ ഒരു കൺസെപ്റ്റ് ആണ് 6 8 പറയുന്നത്. എന്നിട്ട് അതിനെ 9 വീണ്ടും കൊണ്ടുവരുമ്പോ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ജീവിക്കണം. അന്നേരം ആ ഒരു മേളിൽ പറഞ്ഞ ഉപമയെ ഇവിടെ കൊണ്ടുവരുമ്പോ അതൊരു മോറൽ സെൻസിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ബീയിങ് അവേ ഫ്രം ഗോഡ് ആയാലും ബീയിങ് അറ്റ് ഹോം വിത്ത് ബോഡി ആയാലും ബീയിങ് അവേ ഫ്രം ദ ബോഡി ആയാലും ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് 10ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. അന്നേരം ശരീരത്തിൽ വസിച്ചാലും ശരീരത്തിൽ നിന്ന് ദൂരെ ആയാലും ശരീരത്തിൽ നിന്ന് പോയാലും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കേണ്ടതാകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കേണ്ടത്. അന്നേരം ഈ പറയുന്ന ആ 10ാമത്തെ വാക്യം എന്ന് പറയുന്നത് ഈ പറയുന്ന തോട്ടിന്റെ ഈ 3 ചിന്തകളുടെ ക്ലൈമാക്സ് ആണ്. എർത്തൻ വെസൽ, ഈ മൺപാത്രം, ഈ ഇന്റേണൽ മാൻ, എക്സ്റ്റേണൽ മാൻ, അല്ലെങ്കിൽ പുറമേയുള്ള മനുഷ്യൻ, അകമേയുള്ള മനുഷ്യൻ, ഈ കൈപ്പണിയല്ല ഭൗമികമായ കൂടാരം, അഴിഞ്ഞു പോകുന്ന കൂടാരം, കൈപ്പണിയല്ലാത്ത നിത്യജീവൻ. ഇതെല്ലാം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് എങ്ങോട്ടാണ്? ഈ മനുഷ്യൻ ഈ ചിന്തകളെല്ലാം പറഞ്ഞു വരുന്നത് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാൻ പോകുന്ന ന്യായാധിപ പീഠത്തിന്റെ പറ്റിയാണ്. അതാണ് ഇതിന്റെ എല്ലാം ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ ലക്ഷ്യമാക്കിയിട്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. അന്നേരം അതാണ്
ഈ 4-ാം അധ്യായത്തിൽ തുടങ്ങി 5-ാം അധ്യായത്തിന്റെ 10-ൽ അവസാനിക്കുന്ന ആ ഒരു ആ ആ ആ ഒരു ചെയിൻ ഓഫ് തോട്ട് എന്ന് പറയുന്നത് മനുഷ്യന്റെ ട്രാൻസ്ഫർമേഷനും അതിന്റെ അതിന്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ അതിന്റെ അതിന്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുക എന്നുള്ളതാണ്. അവിടെ പൗലോസ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കണം. അന്നേരം ഈ ബോഡിലി എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അങ്ങ് അതിനെ നിഷ്പ്രയാസം തള്ളിക്കളയാനുള്ള ഒന്നല്ല. അങ്ങനെ ക്രിസ്ത്യാനികളുടെ ഇടയിലും പലരും ഒരു തോട്ട് ഉണ്ട്, ടു ബി എസ്കേപ്പ് ഫ്രം ദ ബോഡി എന്നുള്ളത്. ഈ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, അല്ലെങ്കിൽ ഈ ശരീരം വിട്ടങ്ങ് പോയാൽ മതി എന്ന് പറയുന്ന ആ ഒരു സംഗതി. അതല്ല പൗലോസ് പറയുന്നത്. ഈ ശരീരത്തിൽ ഇരിക്കുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അത് അവിടെ ആ ബോഡിലി എക്സിസ്റ്റൻസിൽ നിന്ന് ഒരിക്കലും എസ്കേപ്പ് ചെയ്യാതെ പോകാനായിട്ട് പറ്റത്തില്ല. ബോഡിലി എക്സിസ്റ്റൻസിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മോറൽ ആക്ഷൻസ് അതിനനുസരിച്ചായിട്ടായിരിക്കും നമുക്ക് കിട്ടാനുള്ള അവിടുത്തെ എറ്റേണൽ ഡൊല്ലിങ്ങിനകത്ത് കഴിയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് ഈ ശരീരത്തെ അങ്ങനെ എന്താ പറയുന്നത്, അതൊരു വളരെ ഇമ്പോർട്ടന്റ് ബോഡിലി എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് പൗലോസ് അവിടെ പ്രത്യേകിച്ച് ഉറപ്പിച്ച് പറയുകയാണ്. അത് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്രോമിസ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് എന്ന് പറയാം. ഇവിടെ പൗലോസ് ഒരു ആവർത്തിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഓരോ 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 പാർട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നിടത്ത് ഈ ഒരു കറേജ്നെസ്സിനെ പറ്റി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ധൈര്യമായിട്ട് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്? അത് ഈ ആന്തരിക മനുഷ്യന്റെ ഈ രൂപാന്തരീകരണത്തിന് വേണ്ടിയിട്ടാണ്. അത് ഈ ന്യായാധിപ പീഠത്തിന്റെ മുമ്പാകെ അല്ലെങ്കിൽ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നഗ്നരായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മീതെ ഉടുക്കാനായിട്ടുള്ള ആ മഹത്വത്തിന്റെ വസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്നേരം ഇത് ഈ ചിന്തകളെല്ലാം പൗലോസ് പറയുന്നതിന്റെ അടിസ്ഥാന കാരണം അല്ലെങ്കിൽ അടിസ്ഥാന ചോദന എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസിന്റെ അപ്പോസ്തോലിക അധികാരം എങ്ങനെയാണ്, അതിന്റെ മഹത്വം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ആധികാരികത എന്താണെന്നുള്ളതിനാണ് ഇതെല്ലാം പറഞ്ഞു വെക്കുന്നത്. അത് അങ്ങനെ അത്രയും പറഞ്ഞതിന് ശേഷം, അന്നേരം ഈ രൂപാന്തരത്തെ പറ്റി പറഞ്ഞതിന് ശേഷം 5:11 മുതല് ഒരു നെക്സ്റ്റ് ഒരു പുതിയ തോട്ടിലേക്ക് വരികയാണ്. അന്നേരം 5:11 ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറയാൻ നിങ്ങൾക്ക് വകയുണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിന് സുബോധമുള്ളവർ എന്ന് വരികിലും നിങ്ങൾക്കുമാകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിച്ചിരിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിൽ ഇനിമേൽ അങ്ങനെ അറിയുന്നുമില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. അന്നേരം 5:11 ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു.
എന്തുകൊണ്ട് കർത്താവിനെ ഭയപ്പെടണം എന്ന് ചോദിച്ചാൽ 10-ാം വാക്യത്തിൽ പറയുന്നത് അവന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നമ്മൾ നിൽക്കേണ്ടതാകുന്നു. അതുകൊണ്ട് കർത്താവിനെ നമ്മൾ ഭയപ്പെടണം. അന്നേരം ആ ഭയത്തിലാണ് കർത്താവിന്റെ ദൈവത്തെ നമുക്കറിയാം. ഇത് പഴയ നിയമത്തിലെ ഒരു കൺസെപ്റ്റാ. ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളത്. ദൈവത്തെ ഭയപ്പെടുന്നത് ജ്ഞാനം ആണ് എന്നുള്ളത് ഈ സദൃശവാക്യങ്ങളിലും ഒക്കെ വരുന്ന ഒരു തോട്ടാണ്. അന്നേരം ദൈവത്തെ ഭയപ്പെടേണ്ടത് നമ്മുടെ ഫൈനൽ ജഡ്ജ്മെന്റിനെ പറ്റി ഓർത്തിട്ട് അവനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഈ വായിച്ച ഭാഗം നോക്കിക്കഴിഞ്ഞാല് 4:1 മുതൽ പറയുന്നത് പോലെ തന്നെയാണ്. വീണ്ടും ഞങ്ങൾക്ക് ശ്ലാഘ്യപത്രം വേണോ, പ്രശംസ വേണോ എന്നൊക്കെ പറയുന്നത്. അതായത് പൗലോസ്ലീഹ വീണ്ടും ഈ ഡീപ്പായിട്ടുള്ള തിയോളജിക്കൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പൗലോസ്ലീഹ വീണ്ടും ആ അപ്പോസ്റ്റോലിക് അതോറിറ്റിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് പൗലോസ്ലീഹ ഒത്തിരി ഓട്ടോബയോഗ്രഫിക്കൽ ആവുക. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്താണ് പ്രസംഗിക്കുന്നത്, അത് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ട് വരിക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ 5:17 മുതൽ 19 വരെ ഉള്ള വാക്യങ്ങളിൽ വീണ്ടും ഒരു പുതിയ കൺസെപ്റ്റ് പൗലോസ്ലീഹ അവതരിപ്പിക്കുകയാണ്. ആ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ 3-ൽ നമ്മൾ പറഞ്ഞ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുണ്ടല്ലോ, ആ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ എയിമാണ് അവിടെ പറയുന്നത്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നിരപ്പിന്റെ ശുശ്രൂഷയാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതാണ് ഇനി പറയാൻ പോകുന്ന പുതിയ ചിന്ത എന്ന് പറയുന്നത്. ഇറ്റ് ടു ബി റിക്കൺസിൽഡ്. ഇറ്റ്സ് എ മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ. ആ മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തു പിതാവിനെയും സൃഷ്ടിയെയും തമ്മിൽ നിരപ്പാക്കി, റിക്കൺസിൽ ചെയ്തു. കുരിശിലെ മരണം വഴിയായിട്ട് പ്രകൃതിയെയും അല്ലെങ്കിൽ സൃഷ്ടിയെയും സൃഷ്ടാവിനെയും തമ്മിൽ നിരപ്പാക്കി. ആ നിരപ്പിന്റെ ശുശ്രൂഷയാണ് ഞങ്ങൾ ഈ സുവിശേഷിക്കുന്നത്, ഞങ്ങളുടെ ഈ ഗോസ്പൽ എന്ന് പറയുന്നത്. അന്നേരം ഈ 3-ാം അധ്യായത്തിൽ പറയുന്ന ദ മിനിസ്ട്രി ഓഫ് ന്യൂ കവണന്റ് എന്നുള്ളതിന് ഒരു പുതിയ അർത്ഥതലം 5-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്. ഈ ന്യൂ കവണന്റ് മിനിസ്ട്രി എന്ന് പറയുന്നത് റിക്കൺസിലിയേഷന്റെ മിനിസ്ട്രിയാണ്. ആ റിക്കൺസിലിയേഷന്റെ മിനിസ്ട്രിയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ആ റിക്കൺസിലിയേഷന്റെ അംബാസഡേഴ്സ് ആണ്. ആ റിക്കൺസിലിയേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചതാണ്. അതാണ് ഇനി വരാൻ പോകുന്ന പുതിയ തോട്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് ആ ഒരു തോട്ടോട് കൂടി ഈ തിയോളജിക്കൽ ആയിട്ടുള്ള പാർട്ട് അവസാനിക്കും. 6-ാം അധ്യായത്തിൽ ഈ 5-ന്റെ പകുതിയിൽ തുടങ്ങി 5:11 തുടങ്ങി 6 അവസാനിക്കുന്നിടം വരെ അതാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് അടുത്ത ക്ലാസ്സിൽ അതിനെപ്പറ്റി പറയാം. അന്നേരം ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട്, ഈ റിക്കൺസിലിയേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് 5:11 മുതൽ 6 അവസാനം വരെയുള്ള ഭാഗം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അന്നേരം ഇന്നത്തെ ഇതിവിടെ നിർത്താം. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് പറഞ്ഞതിലും നേരത്തെ പറഞ്ഞതിലും ഒക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ. ഇതൊരു മെയിൻ തോട്ടുകളാ പറഞ്ഞു പോകുന്നത്. ഈ മെയിൻ തോട്ടിനെ വെച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ അത് ഒത്തിരി കൂടെ വ്യക്തമായിട്ട് വരും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ഇതുവരെയുള്ള ഒരു ആ ഡെവലപ്മെന്റിനെ നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് അതായത് ആ തിയോളജിക്കൽ ഡെവലപ്മെന്റ്. ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഈ ഒരു നിത്യഘനം എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടായിരുന്നല്ലോ, അതെ, 4-ാമത്തെ അധ്യായത്തിൽ. തേജസ്സിന്റെ നിത്യഘനം. തേജസ് നിത്യഘനം എന്ന് പറഞ്ഞ ഇത് അതായത്
എറ്റേണൽ ഫുൾനെസ് ഓഫ് ഗ്ലോറി എന്നുള്ളതാണ് അവിടെ അതിന്റെ ഇംഗ്ലീഷിലുള്ള അർത്ഥം എന്ന് പറയുന്നത്. അതായത് ഫോർ അവർ പ്രസന്റ് സ്ലൈറ്റ് അഫ്ലിക്ഷൻസ് ഈസ് പ്രൊഡ്യൂസിങ് ഫോർ അസ് ആൻ എറ്റേണൽ ഫുൾനെസ് ഓഫ് ഗ്ലോറി ബിയോണ്ട് ഓൾ മെഷേഴ്സ്. എല്ലാ അളവുകൾക്കും അതീതമായിട്ടുള്ള ഒരു എന്താ പറയുന്നേ, മഹത്വത്തിന്റെ ഒരു നിത്യമായ പൂർണ്ണത. നിത്യഘനം എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതിനെ നമുക്ക് വേണമെങ്കിൽ പൂർണ്ണമായ ഒരു തേജസ്, നിത്യമായ പൂർണ്ണമായ തേജസ് എന്ന് മനസ്സിലാക്കാം. അത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇപ്പോഴുള്ള ഈ ഒരു ട്രാൻസ്ഫർമേഷൻ, പൗലോസ്ലീഹ അത് നേരത്തെ 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്ന പ്രസന്റ് ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. ആ പ്രസന്റ് ട്രാൻസ്ഫർമേഷന്റെ ഫുൾനെസ് എന്ന് പറയുന്നത് എപ്പോഴാ? ഉയർത്തെഴുന്നേൽപ്പില. അതെ, അത് കിട്ടാൻ വേണ്ടി, അതാണ് നമ്മുടെ ട്രാൻസ്ഫർമേഷന്റെ എൻഡ് എന്ന് പറയുന്നത്. അതെ, അതിനെ പറ്റിയാ അവിടെ സൂചിപ്പിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോ ഇപ്പോഴുള്ള ഈ കഷ്ടതകൾ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി മൊമെന്ററി, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണ്. അതായത് അതിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ നമുക്ക് മാമോദീസായിലൂടെ കിട്ടുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ദാനമുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ ദാനം എന്ന് പറയുന്നത് അത് നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. ആ പരിശുദ്ധാത്മാവിന്റെ ദാനത്തിൽ നമ്മൾ നിരന്തരമായ ഒരു രൂപാന്തരീകരണം, ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ഈ ട്രാൻസ്ഫർമേഷന്റെ ക്ലൈമാക്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ 2ാമത്തെ വരവിലാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശരീരം, റിസറക്ഷൻ ബോഡി, ക്രിസ്തു എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശരീരം നേടിയോ അതേപോലെ നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിന്റെ ശരീരം നേടും. അത് നേടുന്നത് വരെയും ഈ ട്രാൻസ്ഫർമേഷൻ നടക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശാരീരികമായ മരണത്തിന് ശേഷവും ആ ട്രാൻസ്ഫർമേഷൻ മുന്നോട്ട് പൊക്കൊണ്ടേയിരിക്കും എന്നുള്ളത്. നമ്മള് ഇൻട്രൊഡക്ഷനിൽ പറയുന്ന 1-2 തോട്ടുകള് ഇവിടെ വീണ്ടും പൗലോസ്ലീഹ എടുക്കുന്നുണ്ട്. നീ ആത്മാവിനെ അച്ചാരമായി തന്ന ദൈവം എന്നുള്ളത്. അതുപോലെ തന്നെ പൗലോസ്ലീഹ പറയുന്ന വേറെ ഒരു അഫർമേഷൻ ഉണ്ട് 1-ാം അധ്യായത്തിൽ പറയുന്ന മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായ ദൈവം. അല്ലേ? ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിക്കാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടതാകുന്നു. 1:9 പറയുന്നതാ. 5 പറയുന്നത് എന്തുവാ? അതിനായിട്ട് ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവമാണ്. ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പിതാവാം ദൈവമാണ്. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവനാണ് പിതാവാം ദൈവം. ആ പിതാവാം ദൈവമാണ് നമ്മളെ ഓരോരുത്തരെയും ഉയർപ്പിന്റെ ശരീരത്തിലേക്ക്, അല്ലെങ്കിൽ റിസറക്ഷൻ ബോഡിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് പിതാവിന്റെ റോൾ എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ എങ്ങനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു അതേപോലെ ഓരോ വിശ്വാസിയെയും ഉയർപ്പിന്റെ ശരീരത്തിന്റെ അണിയിക്കാനുള്ള ആ ഒരു റോൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ റോളാണ്. അത് ദൈവത്തിന് മാത്രം പറ്റുന്ന, ദൈവത്തിന്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റോളാണ്. മനുഷ്യന് അതിനകത്തൊന്നും ചെയ്യാനില്ല. മനുഷ്യന് ചെയ്യാനുള്ളത് ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ടാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്.
എന്നിട്ട് നമ്മള് ഇതുവരെ പറഞ്ഞതിനെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഈ പൗലോസ്ലീഹ ഈ തിയോളജിക്കൽ ഈ ടോക്ക് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പൗലോസ്ലീഹ തന്നെ സ്വയം ഒരു മിലിറ്ററി ഇമേജ് അവതരിപ്പിച്ചിട്ട് കർത്താവ് ലീഡ് ചെയ്യുന്ന ഒരു മിലിറ്ററി വിക്ടറി പരേഡ്, ആ പരേഡിനകത്ത് കർത്താവിന്റെ ദാസനായിട്ടാണ്, ഒരേ സമയം ദാസനുമാണ്. അവിടെയും രണ്ട് മെറ്റഫോറിന്റെ മിക്സപ്പ് ഉണ്ട്. അവിടെ ധൂപകലശവുമാണ്. അങ്ങനെ ആ ധൂപകലശത്തിൽ നിന്ന് വരുന്ന ആ സൗരഭ്യവാസന, അതാണ് ജീവൻ നൽകുന്ന ഒരു സൗരഭ്യവാസന എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ പ്രശംസപത്രത്തെ പറ്റി പറഞ്ഞത്. പ്രശംസപത്രത്തിൽ നിന്ന് പൗലോസ്ലീഹ കൽപ്പനയിലേക്ക് പോയി. എഴുത്ത് എന്നുള്ള ഒരു സങ്കല്പം ഇതിൽ നിന്ന് കൽപ്പനകളിലേക്ക് പോയി. കൽപ്പനയിൽ നിന്ന് മോശയിലേക്ക് പോയി. എന്നിട്ട് മോശയുടെ ശുശ്രൂഷയും പൗലോസിന്റെ ശുശ്രൂഷയും അത് തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി പറഞ്ഞു. ഒന്ന് മൂടുപടം അണിഞ്ഞതായിരുന്നു. ഇത് ക്രിസ്തുവിന്റെ ശുശ്രൂഷ മൂടുപടം ഇല്ലാത്തതാണ്. അത് നമ്മളെ പരിശുദ്ധാത്മാവിലേക്ക് കൊണ്ടുവരും. ഈ പരിശുദ്ധാത്മാവാണ് ആ ശുശ്രൂഷ തന്നിരിക്കുന്നത്. ആ ശുശ്രൂഷ മനുഷ്യന്റെ രൂപാന്തരീകരണത്തിന് കാരണമാകും. ആ രൂപാന്തരീകരണം എങ്ങനെയാണ്? അത് ഈ പ്രസന്റ് ലൈഫിലെ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മളെ രൂപാന്തരപ്പെടുത്തും. ഔട്ടർ മനുഷ്യന്, പുറമേയുള്ള മനുഷ്യന് കഷ്ടത ഉണ്ടാകുമ്പോൾ അകമേയുള്ള മനുഷ്യൻ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് പ്രസന്റിലെ ട്രാൻസ്ഫർമേഷൻ, ഇപ്പോഴുള്ള രൂപാന്തരീകരണം. ഇനി ഫ്യൂച്ചറിലുള്ള രൂപാന്തരീകരണം എന്തെന്ന് ചോദിച്ചാൽ ഇതിന്റെ എല്ലാം ക്ലൈമാക്സ് ആയിട്ട് നമുക്കൊരു നിത്യമായ ഒരു ഫുൾനെസ് ഓഫ് ഗ്ലോറിയിലേക്ക് നമ്മൾ ചെന്നെത്തും. അതാണ് മനുഷ്യന്റെ ഒരു ആ ഗ്ലോറിയിലേക്ക് ചെന്നെത്തുമ്പോൾ അവിടെ ഒരു there is a judgment seat. ആ ജഡ്ജ്മെന്റ് സീറ്റിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നഗ്നരായിട്ട് നിൽക്കാൻ ഇടവരരുത്. അവിടെ നമ്മൾ ഉടുപ്പുള്ളവരായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വി ഷുഡ് ബി മോറലി റൈറ്റ്, മോറലി പെർഫെക്റ്റ്. അങ്ങനെ അതാണ്, അതിനെ ഭയപ്പെട്ട് വേണം ജീവിക്കാൻ. അങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ഈ സുവിശേഷത്തിന് ഒരു പുതിയ അർത്ഥം കൂടെ വരും. അതെങ്ങനെ സാധിക്കും? ഈ മോറലി പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ എങ്ങനെ സാധിക്കും? അത് സാധിക്കുന്നത് ബി മിനിസ്റ്റർ ഓഫ് റിക്കൺസിലിയേഷൻ, നിരപ്പിന്റെ സുവിശേഷം പരസ്പരം അറിയുന്നത്. അത് നമ്മൾ സുവിശേഷിക്കുന്ന നിരപ്പിന്റെ സുവിശേഷമാണ്. അതുകൊണ്ട് തുടർന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത്, നമ്മൾ നിരപ്പിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും അത് പറയുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ കർത്തവ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പരസ്പരം നിരപ്പാകണം. അതാണ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്. അത് അത്രയും ഇതാണ് അതിന്റെ തോട്ടിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. 2-ാം അധ്യായത്തിന്റെ പകുതിയിൽ നിന്ന് 6-ാം അധ്യായത്തിന്റെ അവസാനം വരെ വരുന്ന തോട്ട് എന്ന് പറയുന്നത്. ഇനി ഇത് തിയോളജിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു തിയോളജിക്കൽ ട്രീറ്റൈസ് ആണ്. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് 9 കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നത്, 10, 11, 12 അധ്യായങ്ങളിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഈ രണ്ട് പാർട്ട് തമ്മിൽ കണക്ട് ആയിട്ടിരിക്കുന്നത്. അതിന്റെ ആ ഒരു ലേഖനത്തിന്റെ തന്നെ ഒരു ഔട്ട്ലൈനാ ഇപ്പൊ പറഞ്ഞത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അത് മുഴുവൻ വായിക്കാമെങ്കിൽ നമുക്കൊരു ഇച്ചിരി കൂടെ നമ്മൾ എൻലൈറ്റഡ്. വേറെ ആർക്കെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ട് അച്ഛാ. അതുകൊണ്ടല്ലേ സംശയങ്ങളൊക്കെ ചോദിക്കുന്നേ. ഇന്നിപ്പം ആൾക്കാരും കുറവാ. ജനറലി നമുക്ക് നല്ലൊരു കൗണ്ടാണ് പാർട്ടിസിപ്പൻസ് ഉണ്ടാകാറുള്ളത്.
Yeah. അച്ഛൻ പറയുന്നത് വളരെ നല്ലതായിട്ട് മനസ്സിലാവുന്നുണ്ട് അച്ഛാ. അച്ഛൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, മനസ്സിലാകുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ നല്ല ക്ലാസ്, വി ആർ റിയലി എൻജോയിങ് ഇറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത് ഇവിടെ നിർത്താം. നമ്മള് ഒരു ക്ലാസ് കൊണ്ട് അടുത്ത ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ആ റിക്കൺസിലിയേഷൻ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു അതെ, ചിലപ്പം ഈസ്റ്റർ കഴിയുമായിരിക്കും. അടുത്ത ആഴ്ച എന്ന് പറയുന്നത് ഫസ്റ്റ് ട്യൂസ്ഡേ അല്ലേ? അതെ. അല്ലേ? ഏപ്രിൽ 1. Yeah, yeah. അന്നേരം നമ്മൾ അത് കഴിഞ്ഞേ പിന്നെ മീറ്റ് ചെയ്യത്തുള്ളൂ. ഏപ്രിൽ 1 ഞാൻ കൺഫേം ചെയ്ത് പറയാം അച്ഛാ, അത് ഉണ്ടോ എന്ന് ഞാൻ ഓക്കെ, കൺഫേം ചെയ്തിട്ട് ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ബ്രേക്ക് വരാതെ നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. ബ്രേക്ക് വരാതെ ഞാനതൊന്ന് ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് ഞാൻ പറയാം. അത് ഓക്കെ മെസ്സേജ് അയക്കാം. നമുക്ക് എന്നാ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അച്ഛാ. ഓക്കെ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാ, ജയമുള്ള സ്ലീബായ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയേറ്റ ഭവനങ്ങളായി ശ്രമിക്കണമേ. ദൈവമായ കർത്താവിന്റെ ഇടവൊക്കെ എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ ചിറകിൽ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും ഞങ്ങൾ എല്ലാവരോടു കൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കണമേ. ആമേൻ.